back to our channel. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ശക്കർപര എന്ന് പറയുന്ന ഒരു സ്നാക്ക് ആണ്. നോർത്ത് ഇന്ത്യയിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ദിവാലി സ്നാക്ക് ആണിത്. എരിവായിട്ടും സ്വീറ്റ് ആയിട്ടും ഒക്കെ നമുക്കിത് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ മൈദ ബിസ്ക്കറ്റ് എന്നും പറയാറുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ശക്കർപര ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദാമാവാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ സ്വീറ്റ് ശക്കർപരയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് ഷുഗറും കൂടി ചേർത്ത് കൊടുക്കാം. ഷുഗർ പൊടിച്ചത് വേണം നമുക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്, പൊടിക്കാത്ത ഷുഗർ യൂസ് ചെയ്യരുത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് നമുക്ക് ചപ്പാത്തിയുടെ മാവ് പോലെ ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ 1 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. പാലൊഴിച്ച് വേണം നമുക്കിത് കുഴച്ചെടുക്കാനായിട്ട്. കുറേശ്ശെ പാലൊഴിച്ച് കുഴച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ നമ്മുടെ മാവ് ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബോൾസ് ആക്കി എടുത്ത ശേഷം പരത്തിയെടുക്കാം. മാവ് പരത്തി എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് തിന്നായി പോവുകയും ചെയ്യരുത്, അതുപോലെ തന്നെ തിക്കായി പോവുകയും ചെയ്യരുത്. ഒരു മീഡിയം സൈസിൽ വേണം പരത്തിയെടുക്കാൻ. ഇത് ചെറിയ സ്ക്വയറുകളായിട്ട് വേണം നമുക്ക് ഈ മാവിനെ കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതിൻ്റെ സൈഡുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത ശേഷം ചെറിയ സ്ക്വയറുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലായിട്ടാണ് ഞാൻ സ്ക്വയറുകൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ പരത്തുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, ഈ ഒരു തിക്നെസ്സിൽ കിട്ടാൻ വേണ്ടിയിട്ട് വേണം നമ്മൾ പരത്തിയെടുക്കാനായിട്ട്. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കിത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇതൊന്ന് ജസ്റ്റ് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. കാരണം നമുക്കിത് മറിച്ചിട്ട് അതിനെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും 2 സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ശക്കർപരയുടെ ഒരു കളർ എന്ന് പറയുന്നത്. ഈ ഒരു നിറം ആകുമ്പോഴത്തേക്കും നമുക്കിത് ലോ ഫ്ലെയിമിൽ ഇട്ട ശേഷം കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ ശക്കർപര ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാനും മറക്കരുത്.
അപ്പോൾ വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി വരും വരെ ബൈ ബൈ.